സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നേരം മുമ്പ് വന്ന നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മലപ്പുറത്ത് നിന്നും വരുന്നത്. വേറെ ഒന്നുമല്ല, ഇടിമിന്നലേറ്റ് 4 പേര് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. അതിൻ്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഇതാണ്. വേറെ ഒന്നുമല്ല, അനിൽ എബ്രഹാം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത്. അതിൽ 2 പേരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആരാണ് ആ 2 പേര് എനിക്കറിയില്ല കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഡിവൈഎഫ്ഐക്കാർ ഒരു രക്ഷാപ്രവർത്തനത്തിനും ഇറങ്ങരുതേ, ഊത്തന്മാരും ലീഗുകാരും ഇറങ്ങട്ടെ എന്നാണ് നമ്മുടെ സഖാവ് എന്ന് പറയുന്ന അനിൽ എബ്രഹാം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും വന്നത്. അവൻ്റെ പ്രൊഫൈല് നോക്കിയപ്പോഴും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാക്കൾക്ക് വേണ്ടിയിട്ടുള്ള രോദനം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിശയമാണ് തോന്നിയത്. കാരണം മലപ്പുറത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരു അപകടമുണ്ടായിരുന്നു. ആ അപകടം ഉണ്ടായപ്പോൾ ഇതുപോലെ തന്നെ പാലക്കാട്ടുള്ള ഒരുത്തം വന്നൊരു കമൻറ്റ് ചെയ്തിരുന്നു. അതായത് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റ്. പിന്നെ അവൻ്റെ പ്രൊഫൈല് കണ്ടുപിടിച്ചപ്പോഴേ അവൻ സംഖ്യയാണെന്ന് മനസ്സിലായി. അവൻ അതുപോലെ കമൻറ്റ് ചെയ്യുന്നവനാണ് മനസ്സിലായി. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ വിരോധം വെച്ചിട്ടാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലായി. ഈ അനിൽ എബ്രഹാം എന്ന് പറയുന്നവന് ഏത് കൂട്ടത്തിലാണ് നമ്മൾ കൂട്ടുക? അതായത് അവനെ ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ തന്നെ പറയണം. ഈ സഖാവ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പ്രൊഫൈലിൽ കാണുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാർ ഒരാൾ പോലും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്നിവൻ്റെ ആഹ്വാനമാണ്. ഇങ്ങനെയുള്ള അവന്മാരെ എങ്ങനെയാണോ ഡിവൈഎഫ്ഐയിൽ എടുക്കുക? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ കുറേ നാൾ മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, അഹമ്മദാബാദിൽ വിമാന അപകടം ഉണ്ടായിട്ട് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഒരു സഹോദരി മരണപ്പെട്ടപ്പോഴേ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വളരെ മോശമായിട്ടൊരു കമൻറ്റ് ചെയ്തു. 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ ദൈവം തന്നെ ഇടപെട്ട് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആശുപത്രി കിടക്കയിൽ കിടന്ന് നരകിച്ചാണ് അവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേക്ക് പോയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിന്നത്തേക്ക് വെക്കും, പക്ഷേ ഇപ്പോഴേ അപ്പോൾ ആ ഒരു നിമിഷം തന്നെ കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഇന്നൊരു വലിയ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 4 പേരാണ് ഇടിമിന്നലിൽ മരണപ്പെട്ടത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുമാത്രവുമല്ല, അവിടെ മരണസംഖ്യ കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ്. അവിടെയുള്ള നാട്ടുകാർ ജാതി മത ഭേദമേന്യേ, രാഷ്ട്രീയ ഭേദമേന്യേ അവിടെ എത്തുകയും പിന്നീടെന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് അവിടെ മരണസംഖ്യ തന്നെ കുറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഇവനെ പോലെയുള്ള ആൾക്കാരുടെ കമൻറ്റുകൾ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേദനയാണ് തോന്നിയത്. ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരണം. അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഇതുപോലെ ദുരന്തമുണ്ടായപ്പോഴേ ഒരു അമ്മ പറഞ്ഞു, ഞാൻ പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴേ കണ്ണൂരുള്ള ഒരുത്തൻ പറഞ്ഞു, എന്താ എനിക്കും കുറച്ച് പാല് തരുമോ എന്ന്. അവന് നമ്മളെല്ലാവരും കൊണ്ടുപോയിട്ട് പാല് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാണ് പറയുന്നത് കോട്ടയം ജില്ലക്കാരനായ ഈ അനിൽ എബ്രഹാം എന്ന് പറയുന്നവൻ. അവൻ്റെ പ്രൊഫൈലിൽ കോട്ടയം ജില്ല എന്നാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവൻ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രമാത്രം നികൃഷ്ട ജീവിയാണ് ഇവൻ. അതുമാത്രമല്ല, ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴേ ഇവനും അതേ പ്രായത്തിലുള്ള 2 ആൺമക്കളുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ആൺമക്കളുടെ നടുക്ക് നിന്നിട്ട് ഇവനും ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫേസ്ബുക്കിലൂടെയും വിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇതുപോലെയുള്ളൊരു കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇവൻ്റെ മനസ്സ് എത്രമാത്രം കുഷ്ഠമുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്ര ഭയങ്കരം തന്നെയാണ് ഇവൻ. അതായത് ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തോ ഒരു ചൊറിച്ചലാണ്. ആദ്യം തന്നെ പോയിട്ട് മലപ്പുറം ജില്ല എന്താണെന്ന് പഠിച്ചിട്ട് വരണം ഇവനൊക്കെ. അതായത് ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുസ്ലിംസ് മാത്രമാണ്, അവിടെ വെറും മുസ്ലിം ലീഗ് മാത്രമാണ് എന്നാണ് ഇവനൊക്കെ വിചാരിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ പോയിട്ട് നമ്മൾ നോക്കണം. അവിടെയുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള മതസൗഹാർദ്ദത്തിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് തന്നെയാണ് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ ആ വേട്ടാവിളി ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടുള്ള ഒരുത്തൻ വളരെ മോശമായിട്ട് തന്നെയാണ് ഒരു ടീച്ചർമാർ ടൂറ് പോയി അപകടത്തിലാണ് അവർ മരിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ആർക്കും വരാം. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, അല്ലെങ്കിൽ വേറെയൊന്നില്ല. ഇവൻ പറയുന്നത് പോലെ ഇവനും ശരിക്കും പറഞ്ഞ സംഖ്യയല്ലേ. ഇവനും സംഖ്യയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് അന്ന് അതേ ചോദിച്ച ചോദ്യം തന്നെയല്ലേ ഇവനും ഇന്ന് ചോദിച്ചത്. അപ്പോൾ ഇവൻ എന്നിട്ട് പറയുകയാണ് ഡിവൈഎഫ്ഐക്കാർ ആരും പോകരുത് എന്ന്. ഡിവൈഎഫ്ഐ തന്നെയാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. ഇവന് മറുപടി കൊടുക്കുക വേണ്ടത്. ഇവന് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി മെമ്പറാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായിട്ടുള്ള ഒരു അറിയിപ്പാണ് വരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതുപോലെയുള്ള നികൃഷ്ട ജീവികൾ, ഇവനെ പോലെയുള്ള എന്താ പറയേണ്ടത്, പല അതിന് പിറന്ന അവന്മാർ, അവനൊക്കെ ഇവനെ പോലെയുള്ള കുറേ എണ്ണം ഉണ്ട് ഇവിടെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
വളരെ മോശമായിട്ടാണ് ഈ കമൻറ്റ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും വളരെ വേദനയിൽ, വിഷമത്തിൽ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ദുരന്തം സംഭവിച്ച ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക സമാധാനം കൊടുക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ അബ്രഹാമിനെ പോലെയുള്ള ആൾക്കാർ ഇവൻ ആരെ പറയിക്കാനാണെന്നറിയില്ല. ഇവനെ ഞാൻ വിചാരിച്ചത് എന്താ അറിയാം, CPM-ൻ്റെ DYFIയുടെ പേരും പറഞ്ഞിട്ട് ഇവനെങ്ങനെ ഒരു ഇതിട്ടതാണെന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ അവൻ്റെ പ്രൊഫൈലിൽ കയറി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ ശരിക്കും പറഞ്ഞാൽ ഒരു CPM-കാരൻ തന്നെയാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൻ മനുഷ്യനല്ല. ഇവൻ മനുഷ്യകുലത്തിന് തന്നെ എന്ന് പറഞ്ഞ അപമാനമാണ്. ഇവനെ പോലെയുള്ള ആൾക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് തുറന്നു കാണിക്കണം. നാളെ ഇവനെ ഓർത്തിട്ട് ഇവൻ്റെ മക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടണം, ഇവൻ്റെ വീട്ടുകാർ നാണം കെടണം, ഇവൻ്റെ നാട്ടുകാർ നാണം കെടണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള ഒരു കമൻ്റ് എഴുതിയ ഈ അബ്രഹാം എന്ന് പറയുന്നവനെ നാട്ടുകാർ ഒറ്റപ്പെടുത്തണം. അവൻ എന്നിട്ട് ശരിക്കും മനസ്സിലാക്കണം നടന്ന്. അല്ലാതെ ഇങ്ങനെയൊരു ദുരന്തം വന്ന് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കമൻ്റ് എഴുതാൻ ഇവൻ എങ്ങനെ കൈപൊങ്ങി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവന് എന്തെങ്കിലും കുറച്ചൊരു ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഒരു കമൻ്റ് എഴുതുമോ? അവൻ പറയുകയാണ് DYFIക്കാർ ആരും പോകരുത് എന്ന്. എന്നാൽ അയാൾ ഈ അബ്രഹാം എന്ന് പറയുന്ന ആ എന്നോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല രക്ഷാപ്രവർത്തനം നടത്തിയത്. കേരളത്തിൽ എവിടെയും അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താറില്ല. പിന്നെ എവിടെയെങ്കിലും ചിലത് എല്ലാ സംഘികളും മോശമല്ല, എല്ലാ DYFIക്കാരും മോശമല്ല, അതുപോലെ തന്നെ എല്ലാ മതത്തിലുള്ളവരും മോശമല്ല. പക്ഷെ ഇവനെ പോലെയുള്ള, അതുപോലെ തന്നെ വിഷങ്ങളെ പോലെയുള്ള, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമൻ്റ് ഇട്ടെന്ന രംഗനാഥൻ, അവനെ പോലെയുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വിഷങ്ങളായിട്ടുള്ളൂ. വേറെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഇവനെ പോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. നാളെ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ്റെ കുടുംബങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഓർത്തിട്ട് അപമാനിതനായിട്ട് ഇവനെ വീട്ടിലും നാട്ടിലും ഒറ്റപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വേദനയോടുകൂടി, നല്ല ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്രമാത്രം ഒരു മനുഷ്യൻ അതമ്പതിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഇതൊക്കെ കാണിക്കുന്നത് സംഘികളാണ്. ഇതിന്ന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് പറയുകയാണ് DYFIക്കാർ ആരും പോകരുത്. ഇവൻ്റെ ആഹ്വാനമാണ്. ഇവൻ അങ്ങനെ ഇവൻ ശരിക്കും പറഞ്ഞ ഒറിജിനൽ സഖാവ് തന്നെയാണ്. അതിൻ്റെ അകത്ത് നോക്കി, ഞാൻ പ്രൊഫൈലിൽ നോക്കി വേറെ ഏതെങ്കിലും പാർട്ടിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് രണ്ട് ഫോട്ടോ കാണിക്കുന്നത്, അത് ഏതാണ് ആളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അത്രമാത്രം വളരെ മോശമായ രീതിയിൽ കമൻ്റ് എഴുതണമെങ്കിൽ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നോർമൽ അല്ല, അല്ലെങ്കിൽ ഇവൻ അന്ധമായിട്ടുള്ള വർഗീയതയുണ്ട് ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇവനൊക്കെ പെരുമാറുന്നത് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അന്ധമായ വർഗീയത തന്നെയാണ്. ഇവനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന മുന്നിലേക്ക് കൊണ്ടുവരണം. അത്രമാത്രം വളരെ മോശമായ ഒരു കമൻ്റാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അയാൾ പറയുകയാണ് DYFIക്കാർ ആരും പോകരുത്, യൂത്തന്മാരും ലീഗുകാരും പോയിക്കോട്ടെ എന്ന്. ഒരു അപകടം വരുമ്പോൾ ഇമാതിരി തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ചില മനുഷ്യന്മാരുണ്ട്. യുവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹം കണ്ടെത്തിയിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് ഇവരൊക്കെ പിന്നീട് ജീവിക്കാം. മൃഗതുല്യരെന്നൊന്നും പറയാൻ പറ്റൂല. മൃഗങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുള്ളതാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ കൊടുത്തോ, കമൻറ്റ് രൂപത്തിൽ വന്നോട്ടെ. നന്ദി, നമസ്കാരം.